ചൈനയിലേക്ക് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. എങ്ങനെ ചൈനയിൽ പോകണം, ആരെ കൂടെ പോകണം, എന്തിനു വേണ്ടി പോകണം, എപ്പോൾ പോകണം, എവിടേക്ക് പോകണം, ചൈനയുടെ ഏത് ഭാഗത്തേക്ക് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. പല ആളുകളും ചൈനയിലേക്ക് പോകേണ്ടത് നാട് കണ്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരുപാട് എക്സിബിഷൻ കണ്ട് തിരിച്ചു വരും. അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതല്ല. കൃത്യമായി അവർക്കൊരു ബിസിനസ് പഠിപ്പിച്ചു കൊടുത്ത് ആ ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ സാധനങ്ങൾ വാങ്ങലും കൊടുക്കലും അതിൻ്റെ പ്രൈസും അതോടൊപ്പം അത് ഇന്ത്യയിൽ എത്തിക്കുന്നതും എല്ലാം അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുത്ത് നിലവിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന 10-20 വർഷക്കാലം അത്തരം ബിസിനസ് ചെയ്യുന്ന ആളുകളുമായി ഒരുമിച്ചിരുന്ന ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി അവരുടെ കണ്ടെയ്നറിൻ്റെ ചിലവ് എത്രയാണ്, പ്രൊഡക്റ്റിൻ്റെ ചിലവ് എത്രയാണ്, ഇന്ത്യയിൽ പാടില്ലാത്ത ഏതാണ്, വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത, ഇതിൻ്റെ എല്ലാ വിവരങ്ങളും കൊടുത്ത് പക്കാ ഒരു ബിസിനസ് ട്രിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോകാൻ നമുക്ക് ഒരുമിച്ച്. എൻ്റെ കൂടെയും അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ കൂടെയും ഞാനും കൂടെ ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം എത്രയോ ആളുകൾ ചൈനയിൽ പോയി അടിപൊളിയാണെന്നും പറഞ്ഞ് തിരിച്ചെത്തി. എന്നിട്ട് എന്തുണ്ടായത്? അത്തരം ഒരു യാത്രയല്ല, അടിപൊളി യാത്രക്കല്ല നമ്മൾ പോണത്. കൃത്യമായ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നം എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുക, നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഹോട്ടലാണോ, ഫുഡാണോ, സർവീസാണോ, ഇൻഡസ്ട്രി ആണോ, കോളേജാണോ, എഡ്യൂക്കേഷനാണോ, കമ്പ്യൂട്ടറാണോ, IT ആണോ, ഇലക്ട്രോണിക്സ് ആണോ, ഏത് മേഖല ആവട്ടെ അത് ഏതാണെന്ന് നിങ്ങൾ നേരത്തെ ഞങ്ങളെ അറിയിച്ചാൽ കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക്കായി നമുക്ക് ചൈനയിൽ പോയിട്ട് വരാം. തീർന്നിട്ടില്ലല്ലോ. ആ പോയത് കൊണ്ട് ഒരു രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾ ചിലവാക്കിയ മുഴുവൻ തുകയും നിങ്ങളൊരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ പറ്റും. അത് എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും ശരി. കാരണം ഒരുപാട് പ്രവാസികൾ എന്നോട് ചോദിച്ചിരുന്നു, എനിക്കും ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം, വലിയ പൈസയൊന്നുമില്ല, വളരെ ചെറിയൊരു രൂപക്കാണെങ്കിലും ബിസിനസ് തുടങ്ങണം. തീർച്ചയായിട്ടും മുതലാകും. കാരണം ചൈനയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും, അത് ഒരു വലിയൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു കാരണമാവും അത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാൻഡ് ബിസിനസ്സിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ പോകാൻ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനത്തിൻ്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ പാർട്ട്ണർമാരുണ്ടാകും, എൻ്റെ മക്കളുണ്ടാകും, ഞങ്ങളെ കുടുംബം മൊത്തം ഉണ്ടാകും. കാരണം 10-20 കൊല്ലമായിട്ട് അവിടെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തെങ്കിലും വേണോ, ഞാൻ നിങ്ങളെ സഹായിക്കാം. എൻ്റേതാണെന്ന് വിചാരിച്ച് മാറ്റി നിർത്തൂല. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച വേറൊരു ചോദ്യമാണ്, സ്വകാര്യമായിട്ട് ഞങ്ങളെ സഹായിക്കുമോ? അതെന്താ ഈ സ്വകാര്യമായിട്ട് സഹായിക്കൽ? അതുണ്ട്. നിങ്ങളെ ബിസിനസ് മറ്റൊരാൾ അറിയരുത്, അതല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ വരി. നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഗൈഡിനെ വേണേൽ ഏർപ്പാട് ചെയ്യുക. ആരും അറിയാതെ ആ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്വകാര്യമായ ബിസിനസ്സും ഉണ്ട്. നിങ്ങൾ വരി. അപ്പോൾ വളരെ വ്യത്യസ്തമായ നമ്പറിൽ വിളിച്ചോളൂ. ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്, മുഴുവൻ ദിവസം കൂടെയുണ്ട്. ഇനി 5 ദിവസം മതിയോ അതിനുള്ള പാക്കേജ് ആയി നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാ. 9 ദിവസത്തെ പൂർണ്ണ പാക്കേജ് വേണമെങ്കിൽ അത് ഇനി ഓവർ സ്റ്റേ അവിടെ ചെയ്യണോ, അതിനുള്ള സൗകര്യമുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേറൊരു സിറ്റിയിലേക്ക് പോകണോ, ബീജിങ്ങിൽ ഷാങ്ഹായിലേക്ക് പോകണോ, ഞങ്ങൾ അതിനുള്ള ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരും. ഇനി കൂടുതൽ അറിയാൻ താഴത്തെ നമ്പറിൽ വിളിച്ചോളേ.